എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അതല്ല നമുക്ക് വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട് ചായയോടെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് അത് തന്നെ ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള എടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് എടുക്കാം. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ പീസ് തക്കാളിയും കൂടെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ അടുത്തത് ഉള്ളി വഴറ്റാൻ ഇത് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ വേറെ ചീനച്ചട്ടി എടുക്കണമെന്നില്ല. ഇനി അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണോ സൺഫ്ലവർ ഓയിലാണോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനടുത്തോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള വെന്ത് കിട്ടും. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ പീസിനകത്തും ഉപ്പ് ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്കതിലോട്ട് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ചെറിയ പീസ് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. ഇനി നമുക്കതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയ കഷ്ണം ഇഞ്ചിയോ മല്ലിയിലയോ ഒക്കെ ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഗ്രീൻ പീസിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം. മുട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതല്ല ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസും ഈ പറഞ്ഞ 2 മുട്ടയും സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇന്നത്തെ പ്രത്യേകിച്ച് മസാലകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.